പണ്ടത്തെ വിപ്ലവത്തെക്കുറിച്ചുള്ള കാൽപ്പനിക സ്വപ്നങ്ങളല്ല, നിത്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ ഒരുപക്ഷെ ഇതിലേക്ക് എത്തിക്കുന്നത്. അവരും മനുഷ്യരല്ലേ, അവർക്കും മനുഷ്യാവകാശങ്ങൾക്ക് അർഹതയില്ലേ? എന്തെങ്കിലും ഈ ഒരു പ്രസ്ഥാനം നഷ്ടപ്പെടാൻ ബ്യൂറോക്രാറ്റ് സമ്മതിക്കുമോ? ബ്യൂറോക്രസിയിലെയും ലോ ലെവൽ പൊളിറ്റീഷ്യൻസിൻ്റെ കറപ്ഷൻ വിൽ പെർപെച്യുവേറ്റ് ദീസ് മൂവ്മെൻറ്റ്സ് ബിക്കോസ് endless source of money is coming into it. അലക്സാണ്ടർ സാർ പറയുന്നതിന് ഞാൻ അനുബന്ധമായിട്ട് വരുന്ന പറയുന്നത് ഇത് ബോധപൂർവം ഭരണകൂടം കറപ്റ്റ് ചെയ്യിക്കുക. 40കളിൽ കൃഷ്ണപിള്ള കേരളത്തിൽ പറഞ്ഞ കാര്യമല്ലേ 60 വർഷത്തിന് ശേഷം കിഷൻജിക്ക് അവിടെ പറയേണ്ടി വരുന്നത്? ഈ 60 കൊല്ലമായിട്ട് കാത്തിരിക്കുന്ന, വീണ്ടും വീണ്ടും കുഴി ചാടുന്ന, വീണ്ടും വീണ്ടും താഴെ പോകുന്ന ഒരു മനുഷ്യർക്ക് പക തോന്നൂല്ലേ? അടിച്ച് കൊന്ന് എല്ലാത്തിനെയും നശിപ്പിച്ച് മുച്ചൂടും വേദിച്ച് ആർമിയെയും കൊണ്ട് നടത്തിക്കളയാമെന്ന് വിചാരിച്ചാൽ ഒരു ചുക്കും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് തെളിയിക്കാനുള്ള ശേഷി ഇന്ന് അവർക്കുണ്ട് എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഭാവി. ഭരണത്തിൻ്റെ പ്രയോജനം പാവപ്പെട്ടവർ കിട്ടുക, ഇങ്ങനെ പറയുന്നൊരു മാറ്റത്തിലേക്ക് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ കൂടെ പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ അവൻ്റെ അടുത്ത് സിദ്ധാന്തം പറഞ്ഞ് ഉരുട്ടി കൊടുത്താൽ ഒന്നും നടക്കില്ല. ഈ ആസാമിന് കിഴക്കുള്ള ഭാഗം ഇന്ത്യയുടെ ഭാഗമാണെന്ന് പോലും അക്സെപ്റ്റ് ചെയ്യില്ല. എന്താ ബിൽപ്രസാദ് പറയുന്നത്? അലക്സാണ്ടർ സാർ പറയുന്നു ആസാമിന് കിഴക്കുള്ള ജനങ്ങൾ അവർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് സമ്മതിക്കാൻ പോലും അവർ തയ്യാറല്ല. അപ്പോൾ അവരെ നമ്മളെങ്ങനെയാണ് ആംഡ് മൈറ്റിലൂടെ അവരെ സമ്മതിപ്പിക്കാൻ പറ്റുമോ? അധികാരം എന്ന് പറയുന്നത് ദുഷിപ്പിക്കും. അമിതമായ അധികാരം തീർച്ചയായും കൂടുതൽ ദൂഷിപ്പിക്കും. എവരുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാലും അതെന്ത് ചെയ്യുന്നുള്ളവരും കംബോഡിയയിലേക്ക് അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കാൻ ഭീതിയുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. ഇന്ത്യൻ ഭരണകൂടം ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പ്രതിരോധത്തിന്റെ രൂപം എന്താണ്? സൽവാജുഡം ഒരു ഛത്തീസ്ഗഡ് സർക്കാർ പരീക്ഷണമായിരുന്നു. ഗോണ്ടി ഭാഷയിൽ സൽവാജുഡം എന്നാൽ സമാധാന ജാഥ എന്നർത്ഥം. മാവോയിസ്റ്റുകളെ പ്രതിരോധിക്കാൻ നാട്ടുകാർക്ക് ആയുധവും പരിശീലനവും നൽകുന്ന സമാധാന ജാഥ പക്ഷേ അത്ര സമാധാനത്തിലല്ല കലാശിച്ചത്. മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നു. ആദിവാസികൾക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ടി വന്നു. കൊടിയ മർദ്ദനവും ബലാത്സംഗങ്ങളും കൂട്ടക്കൊലകളും അരങ്ങേറിയതായി റിപ്പോർട്ടുകൾ വന്നു. വിനായക് സെൻ സൽവാജുഡത്തിന്റെ നിയമവിരുദ്ധതയും മനുഷ്യാവകാശ ലംഘനങ്ങളും തുറന്നു കാണിക്കുന്ന വസ്തുതാന്വേഷണ റിപ്പോർട്ട് ഭരണകൂടം സ്വന്തം ജനതയ്ക്ക് നേരെ യുദ്ധം ചെയ്യുമ്പോൾ പുറത്തിറക്കി. സെൻ ജയിലിലായി. പക്ഷേ 2011 ജൂലൈ 5 സുപ്രീം കോടതി സൽവാജുഡത്തെ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായി പ്രഖ്യാപിച്ച് ആ ഏർപ്പാട് അവസാനിപ്പിച്ചു. 2009 ചുവപ്പൻ ഇടനാഴിയിലെ 5 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിന്റെ കോബ്ര ഫോഴ്സും സംസ്ഥാന പോലീസ് സേനകളും സംയുക്തമായി ദണ്ഡേവാദയിൽ ആദ്യ ഓപ്പറേഷൻ നടത്തി. നൂറ് കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് മാവോയിസ്റ്റുകളെ എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യത്തിന് അരിച്ചുമാറ്റാനാവുക? സ്വന്തം ജനതയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നെന്ന ദുഷ്പേര് അങ്ങനെ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടും കൊണ്ടുവരുന്നു. ഇതാണോ മാവോയിസ്റ്റുകളെ എതിരിടേണ്ട രീതി? ഇത്തരം ഓപ്പറേഷൻസ് വേണ്ടിയുള്ള പോലീസല്ല ഇന്ത്യയിലുള്ളത്. അതിനാണ് പാരാമിലിറ്ററി ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടും ആർമിയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ അതിനെക്കുറിച്ച് കണ്ണീര് വിരോധിക്കാനൊന്നും കണ്ണുനീര് കാണിക്കാനൊന്നും അതൊക്കെ ഒരു വെറും ജാടയാണ്. പോലീസിന് നല്ല കൃത്യമായിട്ട് അവർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആരാണ് ശക്തിമാൻ എന്നുള്ളത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. ശ്രീ കെ പി സേതുനാഥ്, പണ്ടത്തേനേക്കാൾ 60കളിലും 70കളിലും ഉള്ളതിനേക്കാൾ ഭരണകൂടം ഇപ്പോഴത്തെ ഈ നക്സലൈറ്റ് രൂപങ്ങളെ, മാവോയിസ്റ്റുകളെ പേടിക്കുന്നുണ്ടോ? 60കളിലും 70കളിലെ നക്സലൈറ്റുകൾ പ്രസ്ഥാനത്തിനേക്കാൾ ഇപ്പം ഈ പ്രസ്ഥാനം കുറച്ചുകൂടെ സംഘടിതവും ഓർഗനൈസ്ഡും കുറേ കൂടെ ബേസ് ലൈനുമാണ്. കാരണം അത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തു. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് നിർത്തലാക്കാൻ പറഞ്ഞതുകൊണ്ട് നിർത്തലാക്കിയിട്ടില്ല. ആ സൽവാജ് യുദ്ധമിലുള്ള സകല വ്യക്തികളെയും സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സായിട്ട് നിയമിച്ചിരിക്കുകയാണ്.